ഇത്തവണത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ മൊത്തം നമുക്ക് നോക്കിയാൽ വലിയ പ്രത്യേകതകളുണ്ട്. യുവ അധ്യക്ഷന്മാരാണ് മിക്ക തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഉള്ളത്. പ്രത്യേകിച്ച് CPIM ഇക്കാര്യത്തിൽ വളരെ ധീരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത് തന്നെയാണ് അതിന് ഏറ്റവും മികച്ച ഉദാഹരണം. ആദ്യമായി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭയുടെ അധ്യക്ഷനുമാക്കി പാർട്ടി. SFIയിലൂടെയും DYFIയിലൂടെയും പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന വി ഷിജിത്ത് അങ്ങനെ നഗരസഭയുടെ ചെയർമാനായി. എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ വി ഷിജിത്താണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വി ഷിജിത്ത്. എന്തൊക്കെ ആണ് കൂത്തുപറമ്പിന് നൽകണം എന്ന് മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആലോചനകളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് നഗരസഭയിലെ എല്ലാ ജനപ്രതിനിധികളും ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ നാട് വലിയ നിലയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസനത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂത്തുപറമ്പും ഓടിയെത്തണം എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള നൂതനമായ വികസന സങ്കല്പങ്ങൾ മുന്നോട്ടേക്ക് വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുതിയ പദ്ധതി രൂപീകരണം ഫെബ്രുവരി മാസത്തോടുകൂടി പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയാണ്. അതിനു മുന്നോടിയായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂത്തുപറമ്പ് നഗരസഭയിലെ എല്ലാ ജനങ്ങളോടും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഏതൊരു വികസന പ്രവർത്തനങ്ങളിലും എല്ലാ ജനങ്ങളുടെയും പിന്തുണ ആകർഷിച്ച് മുന്നോട്ടേക്ക് പോകണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ ഏതൊരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോഴും ചുരുങ്ങിയത് 50 വർഷമെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളം ഇനി ലോകത്തിന് മാതൃകയായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറുന്നു. അത് പല മേഖലകളിലും അത് നിലയിൽ ഈ ലോകത്തിന് മാതൃകയായി മാറുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞ 2016 ശേഷമുള്ള കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നവകേരള കാഴ്ചപ്പാട് എന്നൊരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അതേ കാഴ്ചപ്പാട് തന്നെ ഒരു നവകേരളം സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് ഒരു നവ കൂത്തുപറമ്പിനെ സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഏതൊരു വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കൂത്തുപറമ്പ് നഗരസഭയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി നഗരസഭയിലെ ഭരണസമിതി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 ഭരണസമിതികളിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് കൂത്തുപറമ്പ് പട്ടണത്തിൽ നടന്നിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയായി കൂടുതൽ ഗൗരവത്തോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തലമുറയെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കൂത്തുപറമ്പിനെ ഇനിയൊരു 50 വർഷത്തേക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഫെബ്രുവരി മാസത്തോടുകൂടി അതിൻ്റെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഈ ചെയർമാനായി ചുമതലയേറ്റതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പോരാ എന്ന് ചിന്തിച്ച വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഇത്ര പോരാ, ഇങ്ങനെ പോരാ, നമുക്കിതിലും മുന്നോട്ടേക്ക് പോകണം എന്ന് ചിന്തിച്ച വിഷയം എന്താണ്? അങ്ങനെയല്ല, നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നാട് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ആവശ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൂത്തുപറമ്പ് പട്ടണത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഈ ചെറിയ സറൗണ്ടിങ്സിൽ നിന്നുകൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടണം എപ്പോഴും ഒരു ക്രൗഡായിരിക്കും, റഷായിരിക്കും. അവരുടെ ഈ ആവശ്യങ്ങൾക്ക് വരുന്ന ജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പട്ടണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്വാഭാവികമായും അത് ഈ അടിസ്ഥാന പശ്ചാത്തല വികസനങ്ങളൊക്കെ
നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നേരത്തെയുള്ളത് നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലായി നമുക്കത് എല്ലാ കാര്യങ്ങളിലും അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്കൊരു വിശാലമായ ഇടത്തിലേക്ക് നമ്മുടെ നഗരത്തെ വികസിപ്പിക്കണം. അതെ. അതിന് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പദ്ധതി, അത് നേരത്തെ തന്നെ കഴിഞ്ഞ ഭരണസമിതികളെല്ലാം വളരെ ഗൗരവത്തിൽ ഏറ്റെടുത്ത ഒന്നാണ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മളെ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതിൽ നിന്നും തലശ്ശേരി റോഡിൽ പുതിയ 10 ഏക്കർ 65 സെൻറ്റ് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അക്വയർ ചെയ്തുകൊണ്ട് അവിടെ പുതിയ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കെട്ടിട നിർമ്മാണവും മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മൾ അതിൻ്റെ ആദ്യത്തെ റീച്ചെങ്കിലും ഈ വർഷം അവസാനത്തോടുകൂടി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം കൂത്തുപറമ്പ് പട്ടണം കുറച്ചുകൂടി വിപുലമാകും. അത് കുറച്ചുകൂടി വലിയ പട്ടണമായി മാറുന്ന നിലയുണ്ടാകും. അങ്ങനെ വരുമ്പം ഈ പ്രശ്നങ്ങളിൽ ചെറിയൊരു സറൗണ്ടിങ്സ് റഷാവുക, ക്രൗഡാവുക എന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പട്ടണം നമുക്ക് വിപുലപ്പെട്ട് നമ്മളെ കൂടുതൽ വ്യവസായങ്ങൾ, സംരംഭങ്ങൾ ഇതൊക്കെ പട്ടണം കേന്ദ്രീകരിച്ച് നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളെ പോലെ ഒരു വലിയ പട്ടണമായി കൂത്തുപറമ്പ് പട്ടണം അതോടുകൂടി മാറും. അത് കൂത്തുപറമ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു മുഖത്തെ തന്നെ മാറ്റാൻ വേണ്ടി സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഇത് കുറേ കാലമായി കേൾക്കുന്നതാണ്. എന്താണ് അതിൻ്റെ തടസ്സം എന്തെങ്കിലും ഉണ്ടോ? അത് ഇപ്പോൾ ബസ് സ്റ്റാൻഡ്, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന എന്താണ് നിങ്ങളുടെ വികസന നേട്ടം എന്ന് ചോദിക്കുമല്ലോ. ജനങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ ചോദിക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ മുന്നോട്ടേക്ക് വെച്ചൊരു ഭാഗം കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതൊരു പക്ഷേ അത് പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് ബിൽഡിങ് കാണാൻ പറ്റില്ല, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭരണസമിതികളെല്ലാം വളരെ ഗൗരവത്തിൽ ഏറ്റെടുത്തൊരു കാര്യമാണ്. അപ്പോൾ 2003 ഈ സ്ഥലം അക്വയർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അവിടെ ഈ 10 ഏക്കർ 65 സെൻറ്റ് സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്വിസേഷൻ നടപടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ 2003 മുതൽ ആരംഭിക്കുന്നുണ്ട്. അന്നു മുതൽ ഒരു വിശാലമായ കാഴ്ച, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇപ്പം കൂത്തുപറമ്പ് പട്ടണം ഒരു ചെറിയ പട്ടണമാണ്. വളരെ പെട്ടെന്ന് ഒരു ബസ് സ്റ്റാൻഡ് ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കാണുന്നത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ജനങ്ങളുടെ പൈസയാണ്, നികുതിയാണ്, ഇതൊക്കെ മുടക്കിയിട്ടാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ഭാവിയിലേക്ക് കണ്ടിട്ടാണ്. നമ്മൾ അടുത്ത തലമുറയെ, 50 വർഷമുള്ള തലമുറയെ കണ്ടുകൊണ്ട് നടത്തണമെന്നുള്ളത്. അതാണ് ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം എന്നൊരാശയം. 2003 അവസ്ഥയല്ല ഇന്ന്. അല്ലല്ല, 2000 അന്ന് കണ്ടിട്ടുള്ളത്. അതാണ് പറഞ്ഞു വന്നത്. അന്ന് 2003 ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഇത് ഭാവിയിലേക്ക് ഒരു 50 വർഷം കഴിഞ്ഞാലും അതിൻ്റെ പ്രസക്തി ഉണ്ടാവണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ പ്ലാൻ അംഗീകരിക്കുന്നത്, അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു സാമൂഹിക പ്രശ്നം എന്ന നിലയിൽ ആ സ്ഥലത്ത് വീടുകൾ ഉണ്ടാവില്ല, താമസ സ്ഥലം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടെത്തിയ സ്ഥലത്ത് 2 3 കെട്ടിടങ്ങൾ, വീട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുള്ള സ്ഥലമാണ് അക്വസേഷൻ ചെയ്ത് നടപടിക്രമങ്ങളായി മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതെങ്ങനെ രൂപകൽപ്പന ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആർക്കിടെക്ട് ടെൻഡർ വിളിച്ചുകൊണ്ട് ഇടപെടൽ നടത്തി. അങ്ങനെ നഗരസഭയിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ട് 6 7 അന്ന് ആർക്കിടെക്ട് ഫേമുകൾ പുതിയ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ ചെയ്തൊരു രീതി, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാ ജനപ്രതിനിധികളെയും, ഇവിടുത്തെ കൂത്തുപറമ്പിൻ്റെ ഒരു വികസന സംസ്കാരം അതാണ്. നമ്മൾ ഇടതുപക്ഷമാണ് കാലാകാലങ്ങളായി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മാത്രം ആലോചനയിൽ വരിക എന്നല്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് നമ്മൾ ഭാവിയിലേക്ക് കണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു നിർമ്മിതി എന്ന നിലയിൽ നമ്മൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 7 ആർക്കിടെക്ട് ഫേമുകളും മുന്നോട്ടേക്ക് വെച്ച ഈ 7 പ്ലാനുകളും രൂപകൽപ്പനകളും നമ്മളിവിടെ നഗരസഭാ ഹാളിൽ വെച്ച് അവതരിപ്പിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അതിനകത്ത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ജിറ്റ്പാക്ക് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് ഫേമിൻ്റെ
രൂപകൽപ്പന നമ്മളെല്ലാവരും കൂടി സ്വീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ മുന്നോട്ടേക്ക് പോകുന്നു. ഇത് 3 ഘട്ടമായി പ്രവർത്തനം പൂർത്തീകരിക്കണം. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ, ഒരു 40 ബസ്സുകളെങ്കിലും പാർക്ക് ചെയ്യാൻ പാകത്തിനൊരു ടെർമിനൽ സ്ഥാപിക്കുക എന്നുള്ള പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കലും മറ്റ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ഒക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെടുന്നത്. അവർക്കുള്ള നഷ്ടപരിഹാര തുക ഇതൊക്കെ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് കൊടുക്കണമല്ലോ. ആ നിലയിലൊക്കെ കൊടുത്തു വന്ന് മുന്നോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് അവിടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നഗരസഭയ്ക്ക് പോകേണ്ടി വന്നത്. അവിടെ അവരുടെ സ്ഥലത്ത് അവർക്ക് കെട്ടിടം നിർമ്മിക്കണം എന്ന് പറഞ്ഞ് അവരുടെ അപേക്ഷ നഗരസഭയിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ബസ് സ്റ്റാൻഡിന് വേണ്ടി അക്വയർ ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ആ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് അവരോട് പറയും. അവരത് മനസ്സിലാവാത്ത നില വന്നപ്പോൾ കേസ് കോടതിയിലേക്ക് പോയി. അപ്പോൾ കോടതി വിധി പറയുകയാണ്, ഇപ്പം നിലവിൽ ആരുടെ പേരിലാണോ സ്ഥലമുള്ളത് അവർക്ക് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ അനുമതി കോടതി കൊടുക്കുകയാണ്. അങ്ങനെ അവർ കെട്ടിടം നിർമ്മിക്കുന്നു. പക്ഷേ നഗരസഭ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് കേസ് കോടതിയിലേക്ക് തുടർച്ചയായി പോകുന്നു. അതിൻ്റെ കേസ് വിധിയുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് അനുകൂലമായി വിധി വരുന്നത് ഏതാണ്ട് 2019 കൂടിയാണ്. അപ്പോൾ ഇത്രയും നീണ്ട കാലത്തെ പ്രോസസ്സ് ഇതിന് പിന്നിൽ ഉണ്ട്. അതിനിടയിൽ നേരത്തെ ഈ സ്ഥലം ഏറ്റെടുത്തവർക്ക് കൊടുത്ത തുക അത് വർദ്ധിപ്പിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് അവർ കോടതിയിൽ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നഗരസഭ 19 കോടി രൂപ തനത് ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് അത് വിനിയോഗിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ്. ഒരു ബിൽഡിംഗ്, ഒരു കെട്ടിടം നമുക്കിപ്പോൾ അവിടെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പം ജനങ്ങൾ ചോദിക്കും, നിങ്ങളിങ്ങനെ നേട്ടം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ നേട്ടം എന്ന് ചോദിക്കുന്ന നിലയുണ്ടാകും. പക്ഷേ ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു നഗരസഭകളും എന്തിനു പോയിട്ടൊരു കോർപ്പറേഷനും ഒരുപക്ഷെ ഇത്രയും വലിയൊരു സ്ഥലം ഏറ്റെടുത്ത് തനത് ഫണ്ടിൽ നിന്ന് ഇത്രയും വലിയ തുക 19 കോടി രൂപയാണ് ഇതിനു വേണ്ടി കൂത്തുപറമ്പ് നഗരസഭ ചെലവഴിച്ചത്. അത്രയും പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അതിന് കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് വളരെ അനുകൂലമായി നമുക്ക് ബജറ്റിൽ 100 കോടി രൂപ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. അത് കിട്ടാനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണ്. പക്ഷേ അതിനു മുന്നേ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി കേരള റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് നമ്മളൊരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് പരിശോധിച്ചതിൻ്റെ ഭാഗമായി 37 കോടി രൂപ വായ്പ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വായ്പ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. അപ്പോൾ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തിന് വേണ്ടിയിട്ടുള്ള ഫയലുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അത് കിട്ടുമെന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ പണി തുടങ്ങാൻ വേണ്ടി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് അത് ഈ വർഷ അവസാനത്തോടു കൂടി, ഒരു ഡിസംബറോടുകൂടി അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം, അതിൻ്റെ ടെർമിനൽ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അത് നമ്മളൊരു കാഴ്ചപ്പാട് ഭാവിയിലേക്ക് കണ്ടുകൊണ്ടാണ്. അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള നിരവധി പ്രവർത്തനം ആവർത്തിച്ച് പറയേണ്ടത്, ഇത്രയും വലിയൊരു കോടി രൂപ ചെലവഴിച്ച ഒരു നഗരസഭ ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടി, ഒരുപക്ഷെ ഇത്രയും കോടി ബസ് സ്റ്റാൻഡിന് വേണ്ടി ചെലവഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ടാർ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനുണ്ടാകും. അപ്പോൾ ആളുകൾ അത് പറയും. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാഴ്ചപ്പാട് ഭാവിയിലേക്ക് കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കോടി രൂപ തനത് ഫണ്ടിൽ നിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ നഗരസഭയുടെ ഒരു പ്രത്യേകത, അതൊരു ചെറിയൊരു പട്ടണമാണ്. അപ്പം വലിയ വരുമാനം നമുക്ക് കിട്ടുന്നൊരു പട്ടണമല്ല കൂത്തുപറമ്പ് നഗരസഭ. അപ്പോൾ സ്വാഭാവികമായും വരവും ചെലവൊക്കെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ചെലവ് കൂടുതലുള്ള ഒരു നഗരസഭയാണ് കൂത്തുപറമ്പ് നഗരസഭ. അങ്ങനെ ഒരു നഗരസഭയാണ് 19 കോടി രൂപ ഇതിനു വേണ്ടി തനത് ഫണ്ടിൽ നിന്നും ചെലവഴിച്ചത്. അത് വലിയൊരു വികസന നേട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഇത് രാഷ്ട്രീയ എതിരാളികൾ ഇത് സ്വാഭാവികമായും ഇത് ഒരു ആയുധമാക്കി എടുക്കാറുണ്ട്. ഞങ്ങളിത് വളരെ കൃത്യമായി ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട്. അതാണ് ജനങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇപ്പോൾ പെട്ടെന്ന് തന്നെ പണി തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ ആശങ്കകളൊക്കെ പരിഹരിച്ചു പോകാൻ വേണ്ടി സാധിക്കും എന്നാണ് കരുതുന്നത്. ഈ നഗരസഭകളുടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം ഈ വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. ഈ തൊഴിൽ നികുതി, കെട്ടിട നികുതി, ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. കുടിശ്ശിക ഉണ്ടോ? എങ്ങനെയാണ് നമ്മുടെ ഒരു വരവൊക്കെ? നമ്മളെ വരുമാനം പ്രധാനമായും ഇത് പറഞ്ഞതുപോലെ തന്നെ നികുതി വരുമാനമാണ്. നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു നഗരസഭ എന്ന നിലയിൽ നമുക്ക് ഫണ്ട് കൂടുതലായി തനത് ഫണ്ട് കണ്ടെത്തണമെങ്കിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഭരണസമിതികളൊക്കെ വളരെ ഇനീഷ്യേറ്റീവായത്, വളരെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട്
നികുതി പരമാവധി പിരിച്ചെടുക്കാനുള്ള ഇടപെടൽ നടത്തിയിരുന്നു. നികുതി ഇവർ ഓഫീസിൽ നിന്ന് തന്നെ അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും അതോടൊപ്പം ഓരോ വാർഡ് കേന്ദ്രങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് നികുതി പിരിവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു 90% നികുതി പിരിവ് നടത്താൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും ടാർഗറ്റ് ചെയ്ത് ഇടപെടുന്നത് പരമാവധി നികുതി കുടിശ്ശികയില്ലാതെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജനകീയമായ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് സർ.